അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അണ്ടർ ആം ഡാർക്ക്നെസ്സിനെ ഒക്കെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറെ പേര് നല്ലൊരു റോൾ ഓൺ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ ആമിനെ പറ്റിയത്. സോ എന്താണെങ്കിലും ഭയങ്കര നല്ലതെന്നൊന്നും പറയുന്നില്ല, എന്നാലും ഉപയോഗിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ രണ്ടെണ്ണം ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഒന്നാമത്തത് ഈ കാണുന്ന ബോഡി വൈസിന്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ പേജിലുണ്ട്, പോയി നോക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തത് ഈ കാണുന്ന ഫെബിസേഫിന്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർഡർ കൺട്രോളിന്റെ കേസിലാണെങ്കിൽ ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 to 12 മണിക്കൂർ എന്താണെങ്കിലും നമുക്ക് ഒരു ഫുൾ ഡേ തന്നെ ഓർഡർ കൺട്രോൾ കിട്ടുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ലൈക്ക് ഒരു 8 hours പോകുന്ന നമുക്ക് ആ ഓർഡർ കൺട്രോൾ കിട്ടാത്ത ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഓർഡർ കൺട്രോളിന്റെ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇവർ പറയുന്ന ബ്രൈറ്റനിങ് ആണ്. ബ്രൈറ്റനിങ്ങിന്റെ കേസിൽ എനിക്കൊന്നും തന്നെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ നോർമൽ ആണ് എന്റെ അണ്ടർ ആം. നോർമലി ഉള്ള ഒരു ഡാർക്ക്നെസ്സേ എനിക്കുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ മാറാനൊന്നും ഇല്ല. എന്താണെങ്കിലും അതിൽ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് നല്ലൊരു അക്വാ ഫ്രാഗ്രൻസ് ഉണ്ട്. ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരാളൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഫ്രാഗ്രൻസ് ഉള്ളതാണ് ഇഷ്ടം. ഈ ഫ്രാഗ്രൻസ് ഉള്ളത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റഡ് ആവാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഉപയോഗിക്കുന്ന ടൈമിൽ പിഗ്മെന്റേഷൻ വരുന്നോ സെൻസിറ്റീവ് ലൈക്ക് ഇറിറ്റേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഫ്രാഗ്രൻസും ഉണ്ട്, ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ഫൈനലി ഇതിൽ രണ്ടിലും ഏതാണ് വാങ്ങേണ്ടതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് ഇഷ്ടമല്ലാത്തവർ, അതായത് ഫ്രാഗ്രൻസ് വേണ്ട എന്നുള്ളവർ ഇതാ ബോഡി വൈസിന്റെ ഈ സാധനം, ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഈ ഒരു റോൾ ഓൺ മേടിച്ചോ. ഫ്രാഗ്രൻസിനോട് താല്പര്യമുള്ള എന്നെ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇതാ ഫെബിസേഫിന്റെ ഈ ഒരു റോൾ ഓൺ മേടിച്ചോ. ഈ രണ്ട് പ്രോഡക്റ്റിലാണെങ്കിലും മൈൽഡ് പിഗ്മെന്റേഷൻ മാറ്റാനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പിഗ്മെന്റേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കുകൾ മൂലവും മെഡിക്കൽ റീസൺസ് മൂലമാണ്. ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് മൂലം വരുന്ന പിഗ്മെന്റേഷൻ എങ്ങനെ മാറ്റാന്നുള്ളതും അതേപോലെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളതും ആ മിസ്റ്റേക്സിന് പകരമായിട്ട് എന്തൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടു നോക്ക്, യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്. ഓക്കെ.